അസ്സലാമലൈക്കും. ഇത്താത്തയാണേ. നമ്മളെ ഉപദ്രവിക്കുന്ന വ്യക്തികളോട് തിരിച്ച് അതേ നാണയത്തിൽ അവരെയും ഉപദ്രവിക്കുക എന്നുള്ളൊരു ചിന്തയല്ലാതെ തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതിലൊരു ചരിത്രം എന്നുള്ളത്, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോകുന്ന വഴിയിലൂടെ ഒരു വൃദ്ധയായ സ്ത്രീ എപ്പോഴും മുള്ളുകളും വേസ്റ്റുകളും ഒക്കെ ഇടുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം നടന്നു പോകുമ്പോൾ ആ വേസ്റ്റുകളും മുള്ളുകളും ഒന്നും കണ്ടില്ല. അപ്പോൾ സഹാബികളോട് ചോദിച്ചു, ആ ഒരു വൃദ്ധയായ മാതാവിന് എന്താണ് പറ്റിയത് എന്ന്. അവർ പറഞ്ഞു, അസുഖം ബാധിച്ച് കിടപ്പിലാണ് റസൂലേ എന്ന്. അന്നേരം കേട്ട ഉടനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ വീട്ടിലേക്ക് പോവുകയും അവർക്ക് വേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്തു കൊടുക്കുകയും അവരുടെ അസുഖ വിവരങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്തുട്ടോ. വൃദ്ധയായ മാതാവിന് താൻ ചെയ്ത പ്രവൃത്തി ഓർത്ത് വല്ലാതെ സങ്കടപ്പെടുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരുണ കണ്ടുകൊണ്ട് സ്നേഹം കണ്ടുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്യുകയാണ് പിന്നീട് ചെയ്തത്. ഈ ഒരു ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്നുള്ളതാണ്. കാരുണ്യം പറ്റാത്ത മനസ്സുമായി നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനോട് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി, നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക. എങ്ങനെയെന്നല്ലേ, അള്ളാഹു അവരുടെ മനസ്സ് മാറ്റി കൊടുക്കണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്താൽ നമ്മുടെ മനസ്സിന്റെ കാരുണ്യം അള്ളാഹു തആല കാണാതിരിക്കില്ല. റബ്ബിന്റെ കാരുണ്യത്തിന് മുന്നിൽ നമ്മൾ ഒരു കടുകോളം കരുണ നമ്മളിലും ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമായി കണക്കാക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു.